എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ. എന്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. കേരളത്തിന് പുറത്തിരുന്ന് കേരളത്തെ നോക്കിക്കാണുന്ന ഒരു ശക്തിയൊക്കെ ഉണ്ടെങ്കിൽ ആ ശക്തിക്ക് മനസ്സിലാകുമല്ലോ ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന്. ആ ദുരന്തത്തിൽ നിന്ന് ദൈവം ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഇവനെ തിരിച്ചു തന്നത്. ആലോചിച്ച് നോക്കൂ, ഒരു ഇത്രയും ആൾക്കാർ ഒരാൾക്കെതിരെ അറ്റാക്ക് നടത്തുമ്പോൾ എന്തോ മൂപ്പരെ കണ്ണും മോറും കണ്ടിട്ട് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. ആ ആള് ഞാനും ആരും ആയിക്കോട്ടെ, എനിക്ക് എന്ത് രസമാണത്. അത് കണ്ടുകൊണ്ടിരിക്കാൻ എന്ത് രസമാണ്. ഞാൻ എൻ്റെ ലൈഫിൽ 50 ലക്ഷവും കാറും കിട്ടിയപ്പോൾ പോലും ഞാൻ ഇത്രയും സന്തോഷിച്ചിട്ടില്ല. എല്ലാവരും കൂടി വന്നിരുന്നിട്ട് ആഘോഷിക്കുകയാണ്. എന്താ പറയുക, ഇതിലും വലിയ സന്തോഷം നമുക്ക് വേറെ ഉണ്ടോ? സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. ഇത്രയും നാളും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നമ്മൾ എവിടെ വരെ വളർന്നു എന്ന് ചോദിക്കുമ്പോൾ ഇതാണ് വളർച്ച. എങ്ങനെ തോന്നുന്നു? കേരളം മുഴുവൻ എതിർക്കത്തക്ക രീതിയിൽ ഞാൻ വളർന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ വളർച്ച എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ വല്ലാണ്ട് വളർന്നമല്ലേ. അപ്പം ഞാൻ എന്തായാലും ഈ ഒരു പ്രോസസ്സ് വലിയ രീതിയിൽ എൻജോയ് ചെയ്യുകയാണ്. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പം ഞാൻ ചാർജായി. എനിക്ക് എന്താ അറിയാൻ പറ്റാത്തൊരു സന്തോഷമാണ് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. ഈ പരമാനന്ദം എന്ന് പറയുന്ന സാധനം ഭൂമിയിൽ ചില്ലറ ആൾക്കേ കിട്ടുള്ളൂ. നീയൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഞാൻ സഞ്ചരിക്കും. നീയൊക്കെ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഈ പ്രകൃതി എന്നെ എത്തിക്കും. എനിക്കെന്താണ് ഡോക്ടർ ഭ്രാന്ത്? ഇതെൻ്റെ വാക്കല്ല, പ്രകൃതി എനിക്കായി മാറ്റി വെച്ചേക്കുന്ന വലിയ സ്ഥാനങ്ങളിലേക്കുള്ള എൻ്റെ യാത്രയുടെ തുടക്കം മാത്രമാണ്. നേരെ ഒരുപാടായില്ലേ, കടന്നോട്ടെ. എല്ലാവരും പോവാ. വായു ഇളകി തുടങ്ങി, ഞാനും വരാം.